നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നേപ്പാളിൽ വലിയ തോതിലുള്ള യുവജന പ്രക്ഷോഭത്തിൽ നിരവധി ആളുകൾ തെരുവിൽ മരിച്ചു വീഴുകയാണ്. സോഷ്യൽ മീഡിയ നിരോധനം നേപ്പാളിൽ ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് യുവജനങ്ങൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. ദേശീയ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു നേപ്പാൾ സർക്കാർ 26ഓളം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ നിരോധിച്ചത്. ഇതേ തുടർന്ന് അസ്വസ്ഥരായ നേപ്പാൾ യുവജനത തലസ്ഥാനമായ കാഠ്മണ്ഡു അടക്കമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നടത്തുന്നത് കനത്ത പ്രതിഷേധമാണ്. അഴിമതിയും ദുർഭരണവും മറച്ചുവെക്കാനുള്ള സർക്കാരിൻ്റെ ഇരട്ടത്താപ്പാണ് ഈ നിരോധനമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് യുവജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തിയത്. അഴിമതി അവസാനിപ്പിച്ച് അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം തടയൽ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കിയ പ്ലക്കാർഡുകളും മറ്റുമായാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് യുവാക്കൾ തെരുവിലെത്തിയത്. പ്രതിഷേധം വലിയ തോതിൽ സംഘർഷാവസ്ഥയിലേക്കെത്തി. പോലീസും സമരക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലുണ്ടായി. യുവതലമുറയുടെ ശക്തമായ പ്രതിഷേധത്തിനെതിരെ പോലീസ് വെടിവെപ്പടക്കം നടത്തി. അതിൽ മരണസംഖ്യ കുതിച്ചുയരുന്നു. ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് 100-ലധികം ആളുകൾക്ക് പരിക്ക് സംഭവിച്ചു. 16ഓളം പേർ പോലീസിൻ്റെ വെടിവെപ്പിൽ മരണപ്പെടുകയും ചെയ്തു. അതിശക്തമായ രീതിയിലാണ് ജൻസി പ്രക്ഷോഭത്തെ അടിച്ചമർത്താനുള്ള തീരുമാനം നേപ്പാൾ ഭരണകൂടം കൈക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി പട്ടാളത്തെ അടക്കം ഇറക്കിയിട്ടുണ്ട്. പല നഗരങ്ങളിലായി സൈന്യം ഇറങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാഠ്മണ്ഡു ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ സർക്കാർ പട്ടാളത്തെ ഇറക്കി അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. യുവതലമുറയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സുരക്ഷാ നടപടികൾ ശക്തമാക്കി മുന്നോട്ട് പോയി ഇതിനെ ഏതു വിധേനയും അടിച്ചമർത്തുക എന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ സർക്കാർ. കാഠ്മണ്ഡുവിലടക്കം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രതിഷേധക്കാർ നിരോധനാജ്ഞയെ ലംഘിച്ച് തെരുവിലിറങ്ങിക്കഴിയുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. നേപ്പാളിൽ സംഘർഷം വ്യാപിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അടിയന്തര യോഗം വിളിച്ച് പട്ടാളത്തെ ഇറക്കാൻ തീരുമാനിക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പുനഃസ്ഥാപിക്കണമെന്നും സർക്കാരിൻ്റെ അഴിമതിയും സ്വജനപക്ഷപാതവും അവസാനിപ്പിക്കാൻ ഉടനടി തന്നെ തീരുമാനമുണ്ടാകണമെന്നുമാണ് യുവജനങ്ങളുടെ ആവശ്യം. പാർലമെൻറ്റ് മന്ദിരത്തിലേക്കും പ്രതിഷേധക്കാർ കടക്കാനായി ശ്രമം നടത്തിയിരുന്നു. കാഠ്മണ്ഡുവിൽ തുടങ്ങിയ പ്രതിഷേധം പല നഗരങ്ങളിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ മരണസംഖ്യ കൂടി ഉയർന്ന സ്ഥിതിക്ക് നിരവധി ആളുകൾ ഈ പ്രക്ഷോഭത്തിൽ പങ്കുചേരുന്നുവെന്നും ഒരു ദേശീയ വിഷയമാക്കി മാറ്റുന്നുവെന്നു കൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേപ്പാൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്യാത്തതിനെ തുടർന്നാണ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകൾക്ക് രാജ്യത്ത് വിലക്ക് ഏർപ്പെടുത്തിയത്. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഓഗസ്റ്റ് 28 മുതൽ ഒരാഴ്ച സമയം കൊടുത്തിരുന്നു. അത് പറഞ്ഞിട്ട് പോലും, നോട്ടീസ് നൽകിയിട്ട് പോലും ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ വാട്സപ്പോ ഒന്നും തന്നെ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിരുന്നില്ല. മെറ്റ, ആൽഫബൈറ്റ് അതായത് യൂട്യൂബ്, എക്സ്, റെഡിറ്റ്, ലിങ്ക്ഡിൻ എന്നിവയൊന്നും അവസാന തീയതിക്ക് മുമ്പ് അപേക്ഷകൾ കൊടുത്തിരുന്നില്ല. അതിനെ തുടർന്നാണ് നിരോധിക്കേണ്ട അവസ്ഥയുണ്ടായത്. കഴിഞ്ഞ വർഷത്തെ സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്നാണ് നേപ്പാൾ സർക്കാർ ഇങ്ങനെ ഒരു നിർദ്ദേശം പുറത്തുവിട്ടത്. സോഷ്യൽ മീഡിയ ഭീമന്മാരോട് ഒരു കോൺടാക്ട് പോയിന്റ് സ്ഥാപിക്കാനും ഒരു റെസിഡൻറ്റ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് ഓഫീസറെ, കംപ്ലയിൻറ്റ് ഓഫീസറെയും നാമനിർദ്ദേശം ചെയ്യാനും ആവശ്യപ്പെട്ടിരുന്നു. ടിക്ടോക്ക്, വൈബർ, വിറ്റെക്, നിംബസ്, പോപ്പോ ലൈവ് പോലുള്ളവ കൃത്യമായി ഇത് പാലിച്ചു. ഇത് നേപ്പാളിൽ ഇപ്പോഴും ഉപയോഗിക്കാനായി സാധിക്കുന്നുണ്ട്. ടെലഗ്രാമിൽ നിന്നും ഗ്ലോബൽ ഡയറിയിൽ നിന്നുമുള്ള അപേക്ഷകൾ പരിശോധിച്ചു വരികയാണെന്ന് റിപ്പോർട്ടുണ്ട്. പക്ഷേ ഇതിനെ ശക്തമായി യുവജനത എതിർക്കുന്നുണ്ട്. അഴിമതി, ദുർഭരണം അങ്ങനെയുള്ളവ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടുന്നത് കൊണ്ടാണ് സോഷ്യൽ മീഡിയ നിരോധനം കൊണ്ടുവരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 13.5 ലക്ഷം ആളുകളാണ് നേപ്പാളിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത്. 3.5 ദശലക്ഷം ആളുകളാണ് ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നത്. സോഷ്യൽ മീഡിയയെ ബിസിനസ്സിനായി ആശ്രയിക്കുന്ന ഒട്ടനവധി ആളുകളുമുണ്ട്. അന്നത്തെ ഉപജീവന മാർഗമായിരുന്ന പല അവസരങ്ങളും നഷ്ടപ്പെട്ടു എന്നുള്ള വിമർശനവും സർക്കാരിനെതിരെ ജനങ്ങൾ ഉയർത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.